എന്താണെങ്കിലും 25,000-ഓളം വരുന്ന ഒരു ക്രൗഡിനെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് 20,000 പോലീസുകാരെ ഇടാനായിട്ട് പറ്റത്തില്ല, 10,000 ക്രൗഡ് മാനേജ്മെൻറ്റ് ടീമിനെ ഇടാനായിട്ട് സാധിക്കത്തില്ല. അത് പലപ്പോഴും 500, 1000, 2000 സേനയിൽ ഒതുക്കാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു 2000 ആളുകളുടെ അല്ലെങ്കിൽ 500 ആളുകളുടെ ഈ നൂറുകണക്കിന് ആളുകളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട് പെരുമാറാനായിട്ട് ബോധമുള്ള ഒരു ജനതയാണെങ്കിൽ ഇതൊക്കെ പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ. ആളുകളാണ് ചിന്തിക്കേണ്ടത്. ഇങ്ങനെയുള്ളൊരു പരിപാടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സുരക്ഷാ ഭീഷണിയുണ്ട്, തൻ്റെ ജീവനും അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിനും തൻ്റെ കൂടെയുള്ള ആളുകൾക്കൊക്കെ സുരക്ഷാ ഭീഷണിയുണ്ട് എന്ന് ചിന്തിക്കാനായിട്ടുള്ള ബോധം ആർജിക്കേണ്ടത് ജനങ്ങളാണ്. சிஎம் சார், உங்களுக்கு ஏதாவது இந்த பழி வாங்கணும் அப்படின்ற எண்ணம் ஏதாவது இருந்துச்சுன்னா என்ன வேணாலும் பண்ணுங்க, அவங்க மேலே கை வைக்காதீங்க. நான் ஒன்று வீட்டில் இருப்பேன், இல்லை நான் ஆஃபீஸில் இருப்பேன். என்ன வேணாலும் செய்யுங்க. நண்பர்களே, தோழர்களே, நம்மளுடைய அரசியல் பயணம் இன்னும் ஸ்ட்ராங்காக, இன்னும் தைரியத்தோட കണ്ടിന്യൂ ആക്കും. താങ്ക് യു. തമിഴ് മക്കൾക്ക് ഏറെ പ്രതീക്ഷകളും അനവധി വാഗ്ദാനങ്ങളും നൽകി പ്രവർത്തനം ആരംഭിച്ച പാർട്ടിയാണ് വിജയുടെ തമിഴക വെട്ടുകഴകം എന്ന പാർട്ടി. ഈ ഒരു പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ എന്താണ്? ആദ്യഘട്ടങ്ങളിൽ ഞാൻ ഏറെ ചെക്ക് ചെയ്തത് ആ ഒരു പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്. പിന്നീടാണ് മനസ്സിലായത് അവർ ആ ഒരു പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ പോലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വളരെയധികം പണിപ്പെട്ടിരുന്നു. അത് വളരെയധികം വൈകിയാണ് അവർ ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. എന്താണെങ്കിലും ആ ഒരു പാർട്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പതിവായി എല്ലാ ആളുകളും പറയുന്ന തരത്തിലേക്കുള്ള അഴിമതി രഹിതമായിട്ടുള്ള ഭരണം, വലതുപക്ഷ ചായ്വ് തീരെ ഇല്ലാത്ത തരത്തിലേക്കുള്ള പ്രവർത്തനം, അതേപോലെ തന്നെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അതൊക്കെ തന്നെ അവരും പറയുകയുണ്ടായി. എന്നാലും വിജയുടെ പാർട്ടി എന്നുള്ള രീതിയിൽ ഈ ഒരു പാർട്ടി TVK പാർട്ടി കാര്യമായിട്ട് തന്നെ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു. പാർട്ടി പ്രവർത്തനങ്ങൾ ആരംഭിച്ച ആദ്യഘട്ടം മുതൽ തന്നെ കൃത്യമായി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. വിജയ് തമിഴ്നാട് മുഴുവൻ നടന്ന് പ്രചാരണ പരിപാടികൾ, പാർട്ടിയുടെ പ്രചാരണ പരിപാടികൾ നടത്തുന്നുണ്ട്. എല്ലായിടത്തും വലിയ ആൾക്കൂട്ടമാണ്, വലിയ ജനത്തിരക്കാണ്. ഇതിൽ രാഷ്ട്രീയ ആവശ്യവുമായിട്ട് വരുന്ന ആളുകൾ ആരാണ്, താരാരാധന കൊണ്ട് വരുന്ന ആളുകൾ ആരാണ് എന്ന് വേർതിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റില്ല. കൂടുതലും താരാരാധനയാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സെപ്റ്റംബർ 27-ാം തീയതി വിജയ് പങ്കെടുത്ത പരിപാടിയിൽ ഒരു ദുരന്തം നടക്കുന്നു. ആൾക്കൂട്ടം ക്രമാതീത വർദ്ധിക്കുകയും ആൾക്കൂട്ടത്തിന് തിക്കും തിരക്കിനും ഇടയിൽപ്പെട്ട് 41ഓളം മനുഷ്യജീവനുകൾ പൊലിയുകയും ചെയ്തു. ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തനമാണ്. എപ്പോഴും നമുക്ക് കാണാനായിട്ട് സാധിക്കും. വർഷത്തിൽ ഒരു 2-3 എണ്ണമൊക്കെ മിനിമം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആളുകളുടെ സ്വന്തം ജീവനോടുള്ള ഒരു സമീപനം നമുക്ക് കൃത്യമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാവും. അത് പൊതുവെ ഇത്തരത്തിലുള്ള ദരിദ്ര ചിന്താഗതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന രാഷ്ട്രങ്ങളിൽ സ്ഥിരമായി നമ്മൾ കാണുന്നതാണ്. ആളുകൾക്ക് അവരുടെ സ്വജീവനോട് വലിയ വിലയും കാര്യങ്ങളൊന്നുമില്ല. അവർ ഒരു താരാരാധനയ്ക്ക് വേണ്ടിയൊക്കെ ജീവൻ ഹോമിക്കാനായിട്ട് റെഡിയായിട്ടുള്ള ആളുകളാണ്. രാഷ്ട്രീയപരമായിട്ട് ഈ മഹാദുരന്തത്തെ 2 രീതിയിൽ വിലയിരുത്തുന്ന സാഹചര്യങ്ങളുണ്ട്. 2 വിലയിരുത്തലുകളും ഏറെ നമുക്ക് യോജിക്കാൻ പറ്റുന്നതാണ്. ഒന്നാമതായി, വിജയ് എന്നുള്ള പാർട്ടി ലീഡറുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തകൻ്റെ പക്വത എത്രത്തോളമുണ്ട്. ഈ പരിപാടികളിലൊക്കെ വിജയ് വരുന്നത് വളരെയധികം ഡിലേ ആയിട്ടാണ്. പൊതുവേ അവിടെ ഡിലേ ആവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ആളുകൾക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ടില്ല. അവിടേക്കൊക്കെ 4 മണിക്കൂർ വൈകി വരുന്ന വിജയ് എന്നുള്ള പാർട്ടി ലീഡർ ആഗ്രഹിക്കുന്നത് അവിടെയുള്ള ഒരു ക്രൗഡിനപ്പോൾ ഒരു ഫോട്ടോ ആണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മാക്സിമം ക്രൗഡിനെ ഉൾക്കൊള്ളിച്ച് അവിടെ സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡയലോഗുകൾ പറഞ്ഞ് കയ്യടികൾ നേടി ഒരു താരപ്രഭ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളൊരു ആരോപണമൊന്നും തള്ളിക്കളയാനായിട്ട് സാധിക്കത്തില്ല. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തലുണ്ട്. എനിക്കേറെ ഇതിനോട് യോജിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു നാട്ടിൽ ഒരു പരിപാടി നടക്കുകയാണ്. അത് ഭരിക്കുന്ന റൂളിംഗ് പാർട്ടിക്ക് എതിരായിട്ടുള്ള ഒരു പ്രതിഷേധമാണെങ്കിൽ കൂടെ അവിടേക്ക് വരുന്ന ആളുകളുടെ സുരക്ഷ, അവിടേക്ക് വരുന്ന ആളുകളുടെ എണ്ണം, അവിടേക്ക് ചെയ്യേണ്ടുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾ, അത് ആരാണ് കൈകാര്യം ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ടും ആ നാട്ടിൽ ക്രമസമാധാന പരിപാലന ചുമതലയുള്ള ആളുകളാണത് ചെയ്യേണ്ടത്. ഏത് ആഭ്യന്തര വകുപ്പിന് കീഴെയാണോ, ആരാണോ മന്ത്രി എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ടൊന്നും നമ്മളവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ആരാണോ നിലവിൽ അത് കൈകാര്യം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അവരാണത് ചെയ്യേണ്ടത്. ഈ പെർമിഷൻ എടുക്കുന്ന ആളുകൾ 10,000 ആളുകളെ പ്രതീക്ഷിച്ചിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ അവർക്ക് പറയാം. പക്ഷേ 10,000 ആളുകളെക്കാളും കൂടുതൽ വരും എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു ക്രമസമാധാന പരിപാലന സംഘത്തെ ഇങ്ങനെ തയ്യാറാക്കി നിർത്തിയിരിക്കുന്നത്. അവരത് ചെയ്യാതെ പാർട്ടിക്കാർ കൂടുതൽ ആളുകളെ കൊണ്ടുവന്നു എന്ന് പറയുന്നതിനകത്ത് എത്രത്തോളം ന്യായമുണ്ട് എന്ന് എനിക്കറിയില്ല. പലപ്പോഴും പോലീസ് സംവിധാനവും കോടതിയുമൊക്കെ TVK പാർട്ടിയുടെ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾക്കെതിരെ, അതിലെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കെതിരെ ആകുലതകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും വിജയ് അതിനെ രാഷ്ട്രീയപരമായിട്ടൊക്കെ നേരിട്ടിട്ടുണ്ട്. ഇതുപോലുള്ള പെർമിഷൻസ് കിട്ടാതിരിക്കുന്നത് നിലവിൽ ഭരിക്കുന്ന പാർട്ടിക്ക് തന്നോടുള്ള എതിർപ്പ് കൊണ്ടാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. അവിടെ അദ്ദേഹം അത് രാഷ്ട്രീയപരമായിട്ടാണ് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ പറഞ്ഞത്, തനിക്കെതിരെ എന്തെങ്കിലും പക പോക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ തന്നോട് ചെയ്തോളൂ, തന്നെ
അണികൾക്കെതിരെ ഒന്നും ചെയ്യരുത് എന്നുള്ളത്. ശരിക്കും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കൊണ്ട് വിമർശകരുടെ വായടച്ച് പൂട്ടാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയുണ്ട്. പുഷ്പ 2 റിലീസിൻ്റെ സമയത്ത് ഒരു സ്ത്രീ മരിച്ചു, അദ്ദേഹത്തിൻ്റെ കുട്ടിക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റു, അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ഇവിടെ ഇത്രയധികം ആളുകൾ മരിച്ചിട്ട് TVK പാർട്ടി ലീഡറായിട്ടുള്ള വിജയ്ക്കെതിരെ എന്തെങ്കിലും അറസ്റ്റ് നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം പൊതുവേ സേഫായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. ഇങ്ങനെയുള്ള ഒരു ദുരന്തം നടക്കുന്ന സമയത്ത് അതിന് കാരണക്കാരായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന സ്വാഭാവിക നടപടി മാത്രമാണ് ഗവൺമെൻറ് സംവിധാനങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെയൊക്കെ രാഷ്ട്രീയപരമായിട്ട് നേരിട്ട് അതിലൂടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലേക്ക് എത്താമെന്ന് വിജയ് ശ്രമിക്കുന്നത് എത്രത്തോളം പക്വത കുറവാണ് എന്ന് ഞാൻ ഈ വാർത്തകൾ കണ്ട സമയത്ത് ആലോചിച്ചു പോയി. ഈ സംഭവത്തിൻ്റെ വസ്തുതകളിലേക്ക് വീണ്ടും ഒന്നുകൂടെ വന്നു കഴിഞ്ഞാൽ 27 സെപ്റ്റംബർ 2025 ഇങ്ങനൊരു ദുരന്തം സംഭവിക്കുന്നത്. TVK പാർട്ടിയുടെ റാലിയിലേക്ക് 10,000 ആളുകൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയുള്ള പെർമിഷനൊക്കെ എടുത്തിട്ടുള്ള റാലിയിലേക്ക് 25,000-ഓളം ആളുകൾ, 25,000-ലധികം ആളുകൾ കടന്നു വരുന്നു. വളരെ ഇടുങ്ങിയ വഴിയിലും അതേപോലെ തന്നെ ബൈപ്പാസുകൾക്കിടയിലുമൊക്കെ ഉള്ള ആ ഒരു ചെറിയ വേദിയിലേക്ക് ഇത്രയധികം ആളുകൾ കടന്നു വന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾക്ക് ശ്വസിക്കാൻ പോലുള്ള ഒരു തടസ്സം ഉണ്ടാക്കി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ആളുകൾ ഈ ശ്വാസം കിട്ടാതെ അല്ലെങ്കിൽ തിക്കിലും തിരക്കിലും പെട്ട് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ വിജയ് തൻ്റെ കാരവാനിൽ നിന്നിട്ട് ബോട്ടിൽ വെള്ളം എറിഞ്ഞു കൊടുത്തതും ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. 41ഓളം ആളുകളാണ് നിലവിൽ മരിച്ചതായിട്ട് കണക്കുകൾ പുറത്തേക്ക് വരുന്നത്. അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, 2 വയസ്സ് മാത്രം പ്രായമായിട്ടുള്ള കുട്ടിയൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഇനിയും കുറേയധികം ആളുകൾ ഗുരുതര പരിക്കുകളുമായിട്ട് ഹോസ്പിറ്റലുകളിൽ കിടക്കുകയാണ്. ഈ ഒരു ദുരന്തത്തിൻ്റെ പ്രധാന കാരണമായിട്ട് പാർട്ടി ഭാരവാഹികൾ, പാർട്ടി സൈഡിൽ നിന്ന് പറയുന്നത്, TVKയുടെ ആളുകൾ പറയുന്നത് അവർക്ക് ആ ഒരു 10,000 ആളുകൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയുള്ള വേദിക്ക് മാത്രമാണ് പെർമിഷൻ കിട്ടിയത്. ഇത്രയധികം ആളുകൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയുള്ള വേദിക്ക് പെർമിഷൻ തരാതിരുന്നത് അവിടെയുള്ള അതോറിറ്റികൾ തങ്ങൾക്കെതിരെ പ്രതികാര നടപടി എടുത്തതാണ് എന്ന് അവർ ആരോപിക്കുന്നു. ഇത്രയധികം ആളുകൾ വരാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തിന് പെർമിഷൻ കിട്ടാത്ത സാഹചര്യത്തിൽ ഈ ഒരു വേദിയിലേക്ക് 10,000 പേർക്കുള്ള പെർമിഷൻ എടുത്ത് പരിപാടി നടത്തിയെന്ന് അതോറിറ്റി തിരിച്ചു ചോദിക്കുന്നു. കോടതിയും വിജയ്ക്കൊപ്പം നിൽക്കാനായിട്ടുള്ള ഒരു സാധ്യതയുമില്ല. പ്രശ്നം ഗുരുതരമാക്കിയ മറ്റു ചില കാരണങ്ങളെ കുറിച്ചിട്ട് ആളുകൾ പറയുന്നത്, ഒന്നാമതായി വിജയ് 4 മണിക്കൂർ വൈകിയാണ് പരിപാടിയിലേക്ക് എത്തിയത്. TVK പാർട്ടി റാലികളിൽ ഇത്തരത്തിലുള്ള വൈകിയെത്തൽ പരിപാടികളുണ്ട്. അങ്ങനെ ആളെ നിറച്ചിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കൽ, ക്രൗഡ് അത്രത്തോളം ഉണ്ട് എന്ന് പ്രചരിപ്പിക്കൽ ഇവരുടെ പൊതുവായിട്ടുള്ള ഒരു പരിപാടിയാണ് എന്ന് ആളുകൾ ആരോപിക്കുന്നു. കൂടാതെ ഇടയ്ക്കിടയ്ക്കുള്ള പവർ ഫെയിലേഴ്സ്, ലൈറ്റിംഗ് എക്യുപ്മെൻറ്റ് ഫെയിലേഴ്സ്, അതെല്ലാം പ്രശ്നം ഗുരുതരമാക്കി. അതേപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള എൻട്രി എക്സിറ്റ് പോയിന്റുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ള ആക്ഷേപവുമുണ്ട്. അത് കൃത്യമായിട്ട് വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. സംഭവ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഹോട്ടലിലേക്ക് മാറിയ വിജയ് പിന്നീട് നടത്തിയ ഒരു പ്രതികരണം ഒന്ന് പ്ലേ ചെയ്യുകയാണ്. என் லைஃப்ல இந்த மாதிரி ஒரு பெயின்ஃபுல்லான ஒரு சுச்சுவேஷனை நான் ஃபேஸ் பண்ணதே கிடையாது. மனசு முழுக்க வலி வலி மட்டும்தான். இந்த சுற்றுப்பயணத்துல என்னென்ன மக்கள் பார்க்க வராங்க, அதுக்கு ஒரே ஒரு காரணம் தான், அவங்க என் மேல வச்சிருக்கிற தங்கும் பாசம். அந்த மனுஷன் தானே அந்த நேரத்துல அத்தனை பேர் பாதிக்கப்பட்டு இருக்கும் போது எப்படி அந்த ஊரை விட்டுட்டு என்னால கிளம்பி வர மாதிரி நான் திரும்ப அங்க போகணும்னு இருந்துச்சுன்னா அது ஒரு காரணம் காட்டி உங்க வேற சில பதட்டமான சுச்சுவேஷன்ஸ், வேற சில சம்பாவிதங்கள் அந்த மாதிரி எதுவும் நடந்துடக்கூடாதுன்றதுக்காக தான் நாங்கள் அவாய்ட் பண்ண எனக்கு தோணுச்சு. சீக்கிரமே எல்லா உண்மைகளும் வெளியில வரும். எங்களுக்கு தரப்பட்ட இடத்துல நாங்க போய் அந்த ஸ்பாட்ல நின்று நாங்க பேசிட்டோம். அதை தாண்டி எந்த தவறும் எங்க சைட்ல நாங்க எப்படி செய்யல. பட் இருந்தாலும் நீங்க கட்சியை சேர்ந்த நிர்வாகிகள், தோழர்கள் மேல FIR, அது மட்டும் இல்ல சோசியல் மீடியாவை சேர்ந்த நண்பர்கள், தோழர்கள், அவங்க மேல FIR எல்லாம் போட்டு பிடிச்சிட்டு இருக்காங்க. சிஎம் சார், உங்களுக்கு ஏதாவது இந்த பழி வாங்கணும் அப்படின்ற எண்ணம் ஏதாவது இருக்குச்சுன்னா என்ன வேணாலும் பண்ணுவேன். அவங்க மேல கை வைக்காதீங்க. நான் உன வீட்டில் இருப்பேன், இல்லை நான் ஆஃபீஸில் இருப்பேன். என்ன வேணாலும் செய்யுங்க. நண்பர்களே, தோழர்களே, நம்மளுடைய அரசியல் பயணம் இன்னும் ஸ்ட்ராங்கா, இன்னும் தைரியத்தோட കണ്ടിന്യൂ ആക്കും. പ്രിയ നടൻ വിജയുടെ ഈ ഒരു പ്രതികരണത്തിൽ ജെന്യൂനിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൽ ഞാൻ അഭിപ്രായമൊന്നും പറയുന്നില്ല. അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. വരും ദിവസങ്ങളിൽ അദ്ദേഹം ഈ ഒരു ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വം എത്രത്തോളം ഏറ്റെടുക്കും എന്നുള്ളത് നോക്കിക്കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു പക്വത, രാഷ്ട്രീയ പ്രവർത്തനത്തിലെ പക്വത നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങളിൽ നിന്നിട്ട് പിന്മാറാനായിട്ട് സാധിക്കത്തില്ല. അദ്ദേഹം ഒരു താരമാണ്. അതേപോലെ തന്നെ റീസെൻ്റായിട്ട് രാഷ്ട്രീയ പ്രവേശനം നടത്തിയ ഒരു വ്യക്തിയാണ്.
എത്രത്തോളം ആളുകൾ വരും, എത്രത്തോളം ആളുകളെ തങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, എത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കി മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പക്വത വിജയിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇനി എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഇന്ത്യയിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഇന്ത്യക്കാരൻ പൊതുവെ എല്ലാ നാട്ടിലുമുള്ള എല്ലാ ദരിദ്ര രാഷ്ട്രങ്ങളിലുമുള്ള ആളുകളുടെ അതേ മൈൻഡ് സെറ്റൊക്കെ ഉള്ള ആളുകളൊക്കെ തന്നെയാണ്. അവർക്ക് അവരുടെ ജീവനേക്കാളും വലുത് പലപ്പോഴും ഏതെങ്കിലുമൊക്കെ ഒരു ചെറിയ നൈമിഷികമായിട്ടുള്ള നയന സുഖങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അവരുടെ താരരാജാവിനെ ഒന്ന് കണ്ടാൽ മതി, തൻ്റെ ഭാര്യയോ തൻ്റെ പൊടി കുഞ്ഞോ അതിനിടയിൽ തിക്കിലും തിരക്കിലും പെടുന്നുണ്ടോ, അവർക്ക് ശ്വാസം കിട്ടുന്നുണ്ടോ എന്നൊന്നും പല ആളുകളും ചിന്തിക്കുന്നില്ല. വിജയ് എറിഞ്ഞ് ഒരു കുപ്പി വെള്ളം, അതിൽ നിന്ന് ഒരു തുള്ളി കിട്ടിക്കഴിഞ്ഞാൽ അത് ജന്മസാഫല്യമായിട്ട് കരുതുന്ന ആളുകളും അതിൻ്റെയൊക്കെ ഇടയിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കുറേ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇങ്ങനെ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും. പക്ഷേ മൈൻഡ് സെറ്റ് മാറാതെ, അല്ലെങ്കിൽ ഈ ദരിദ്ര ചിന്താഗതിയുള്ള ആളുകളുടെ ആ ഒരു സാഹചര്യങ്ങളൊന്നും മാറാതെ നമുക്കിതിന് പൂർണ്ണമായിട്ടുള്ളൊരു പരിഹാരമൊന്നും നിർദ്ദേശിക്കാൻ പറ്റത്തില്ല. എന്താണെങ്കിലും 25,000-ഓളം വരുന്ന ഒരു ക്രൗഡിനെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് 20,000 പോലീസുകാരെ ഇടാനായിട്ട് പറ്റത്തില്ല, 10,000 ക്രൗഡ് മാനേജ്മെൻറ്റ് ടീമിനെ ഇടാനായിട്ട് സാധിക്കത്തില്ല. അത് പലപ്പോഴും 500, 1000, 2000 സേനയിൽ ഒതുക്കാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു 2000 ആളുകളുടെ അല്ലെങ്കിൽ 500 ആളുകളുടെ ഈ നൂറുകണക്കിന് ആളുകളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ട് പെരുമാറാനായിട്ട് ബോധമുള്ളൊരു ജനതയാണെങ്കിൽ ഇതൊക്കെ പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ. ആളുകളാണ് ചിന്തിക്കേണ്ടത്. ഇങ്ങനെയുള്ളൊരു പരിപാടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സുരക്ഷാ ഭീഷണിയുണ്ട്, തൻ്റെ ജീവനും അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിനും തൻ്റെ കൂടെയുള്ള ആളുകൾക്കൊക്കെ സുരക്ഷാ ഭീഷണി ഉണ്ട് എന്ന് ചിന്തിക്കാനായിട്ടുള്ള ബോധം ആർജിക്കേണ്ടത് ജനങ്ങളാണ്. അത് നമുക്ക് ഗ്രാജുവലായിട്ട് സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കൂടെയൊക്കെ കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മളിൽ പല ആളുകൾക്കും പേടിയില്ലാത്ത എന്തുകൊണ്ടാണ്? ഏതോ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ഇൻ ഗോസ്റ്റ് ഹൗസ് ഇതിനകത്ത് പറയുന്നത് പോലെ പേടിക്കാനായിട്ടുള്ള ബോധം വേണ്ടേ? പേടിക്കാനായിട്ട് ബോധമില്ലാത്ത ആളുകളാണ് ഇങ്ങനെയുള്ള പരിപാടിയിലേക്ക് തിരക്കി പോകുന്നത്. പുഷ്പ 2 റിലീസിനോടനുബന്ധിച്ച് മരിച്ച ആളുടെ കുടുംബത്തിന് 2 കോടി രൂപ നഷ്ടപരിഹാരം കിട്ടി. എന്നാൽ ഈ ആളുകളുടെ എണ്ണം കൂടും തോറും നഷ്ടപരിഹാര തുകയൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ പാർട്ടി റാലികളിൽ പോയി ഈയാമ്പാറ്റകളെ പോലെ മരിച്ചു വീഴുന്ന ആളുകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടൊന്നുമില്ല. എല്ലാത്തിനോടും ഒരു ആരാധനയാണ്. മലയാളികൾ പലപ്പോഴും തമിഴിനെ കമ്പയർ ചെയ്യുന്നു, അവർക്ക് ആരാധന കൂടുതലാണ് എന്ന്. ഞാൻ അങ്ങനെയൊന്നും പലപ്പോഴും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഒരു ഭൂപ്രകൃതിയുടെ പ്രശ്നവും അല്ലെങ്കിൽ ഇവിടെ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് പലയിടങ്ങളിൽ നിന്ന് ആളുകൾക്ക് വന്നു ചേരാനായിട്ടുള്ള ബുദ്ധിമുട്ടുമൊക്കെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആണ് ഈ ആളുകൾ അത്രയധികം ഇടിച്ച് കൂടാത്തത്. ഇപ്പോൾ വടക്ക് നിന്നും തെക്ക് നിന്നുമൊക്കെ ഉള്ള ആളുകൾ മലയും കുന്നുമൊക്കെ കയറി ഏതെങ്കിലും ഒരു സമതല പ്രദേശത്തേക്ക് വന്നൊരു പരിപാടി അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അവർക്കൊരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കൂട്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്തത്. പക്ഷേ കൊച്ചിയിലൊക്കെ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് എന്തോരം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. കളമശ്ശേരിയിൽ എന്താണ് സംഭവിച്ചത്? കുസാറ്റിലെ പരിപാടിയിൽ എന്താണ് സംഭവിച്ചത്? അവിടേക്ക് ആൾക്കൂട്ടം വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇവിടെ നമ്മൾ സിവിക് സെൻസിൻ്റെ കാര്യത്തിൽ തമിഴിനെ നമ്മളുമായിട്ട് കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ ഒരു പ്രശ്നത്തിലെ രാഷ്ട്രീയം സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്വതയില്ലാത്ത ഒരു രാഷ്ട്രീയക്കാരൻ, അതേപോലെ തന്നെ രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പിന്മാറിയ നിലവിൽ ഭരണത്തിലിരിക്കുന്ന സർക്കാർ, അതല്ലാതെ എന്ത് പറയാനായിട്ടാണ്? നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.